മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോൾ ഇത്തവണ പുതിയൊരു ദർശന ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ ഓരോ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരും ഇവിടേക്ക് എത്തുമ്പോൾ കൊടിമര ചുവട്ടിൽ നിന്ന് ഇടത്തോട്ട് കയറി ഫ്ലൈ ഓവർ വഴി ചുറ്റിയാണ് ഈ ദർശനത്തിനായി സോപാനത്തിന് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ 18ാം പടി കയറി എത്തിയ ശേഷം കൊടിമര ചുവട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തായി തിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക്, അതായത് ഈ ബലിക്കൽ പുരയിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ടായി തിരിച്ച് മുന്നിലേക്ക് 20 സെക്കൻഡ് ദർശന ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതൽ നമ്മളോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കും. എന്തായാലും എങ്ങനെയാണ് ഇത്തവണ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നത്. ഇവിടെ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ കൂടിയാണ് നിലവിൽ പൊക്കിക്കൊണ്ടിരുന്നത്. 4-5 സെക്കൻഡ് മാത്രമേ അപ്പം കിട്ടുമായിരുന്നുള്ളൂ. ഇത് വരുമ്പോൾ ഈ ഒരു ബലിക്കൽ പുരയുടെ ഇരുവശത്തുമായി കയറി കാണിക്ക വഞ്ചിയുടെ ഇരുവശത്തുമായി കടന്ന് ഒരു 5 മീറ്റർ സഞ്ചരിച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഏതാണ്ടൊരു 20-25 സെക്കൻഡിനിടയിൽ ദർശനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടേക്ക് എത്തുന്ന ഒരു ഭക്തൻ പോലും ഇനി ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അതാണ് ഈ ദർശന രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇതാണല്ലേ ഈ ഒരു ക്രമീകരണം. ഈ കാണിക്ക വഞ്ചിയിലൂടെ വന്ന് ഭഗവാന്റെ ഫ്രണ്ടിൽ വന്ന് ഈ ഇടത്തുവശത്തൂടെ കയറി വരുന്നവർ ഇടത്തോട്ട് തന്നെ പോകും, വലതുവശത്തൂടെ വരുന്നവർ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ സിവിൽ ദർശൻ്റെ ആളുകൾ കൂടി വരും, ഇല്ലാതെ വരുന്ന ആളുകളും കൂടി വരും. അവരുമായി ചേർന്ന് ഇടത്തോട്ട് തന്നെ പോകും, മാളികപ്പുറത്തേക്ക് പോവുകയാണ്. പഴയ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം രണ്ട് രീതിയിലാണ് ക്രമീകരിച്ചത്. അല്ല, 2 രീതിയിലല്ല. ഇതൊരു കാരണം ഇത് നമ്മൾ ഈ ഒരുമിച്ച് കയറ്റി വിട്ടാൽ ഇത് കൂട്ടിയിരിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു സെപ്പറേഷൻ വേണം ഇവിടെ. പിന്നെ ഇത് ബഫറാണ്. ഇവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിന്ന് ഭക്തരെ നിയന്ത്രിക്കുന്നത്. ഇവിടെയും ബഫറാണ്. ഇവിടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയും, ഇവിടെയും പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇവിടെ ഭക്തജനങ്ങളെ പൂർണ്ണമായും പോലീസിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന തരത്തിലാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു പ്രവാഹമായി വന്നാൽ പിന്നെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി പോലീസിൻ്റെ ഒരു നിരീക്ഷണവും പോലീസിൻ്റെ ഒരു നിയന്ത്രണവും കൃത്യമായി കൂട്ടിയിടിക്കാതെയും സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ളൊരു സംവിധാനം ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭക്തന് ഒരു 20 സെക്കൻഡ് വരെ ഇങ്ങനെ ദർശനം നടത്താമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ട്രയൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അത് ചിലപ്പോൾ കൂടാൻ കുറയാം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വരുന്നത് ഇപ്രാവശ്യം നിലവിലുള്ളത് 2, 3, 4, 5 സെക്കൻഡാണ്. ചിലപ്പോൾ എത്രയോ പേർക്ക് ദർശനം കിട്ടാതെ പോലും പോകുന്നു. അതുണ്ടാവില്ല, എന്തായാലും അതുണ്ടാവില്ല. ഈ മീനമാസ പൂജയ്ക്ക് നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ അടുത്ത മാസം അതായത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇപ്പോഴും? ഇതൊരു ട്രയലാണ്. ഈ ട്രയൽ വിജയിച്ചാൽ ഇത് വിഷുപൂജയ്ക്ക് പൂർണ്ണമായി നടപ്പിലാക്കും. വിഷുപൂജയ്ക്ക് കൂടി ഇത് സക്സസ് ആയാൽ തീർച്ചയായിട്ടും സീസണിലൊക്കെ ഇത് അവലംബിച്ച് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. മണ്ഡലകാലത്തുള്ള കൂടുതൽ തിരക്കാണ് തിരക്ക് വന്ന് ഇവിടെ ഫ്ലൈ ഓവർ നമ്മളിത് മാറ്റുന്നില്ല. ഫ്ലൈ ഓവർ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഫ്ലൈ ഓവർ നമ്മൾ ഉപയോഗിക്കും. അതിനും സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് മാറ്റേണ്ട കാര്യമില്ല. ഇതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കാമെന്നുള്ളൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സൈമിൾട്ടേനിയസായിട്ട്. തീർച്ചയായും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ പുതിയ സംവിധാനമാണ്. നമ്മളിപ്പോൾ ഈ കൊടിമര ചൂട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ കാണിക്ക വഞ്ചി കാണാം. അതോടൊപ്പം തന്നെ 2 പാതയായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉള്ളിലേക്ക് വരുന്ന ഓരോ ഭക്തരും മുന്നിലേക്ക് എത്തി ദർശനം നടത്തി ഇടതുഭാഗത്തുകൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും കൊടിമര ചൂട്ടിലേക്ക്, അതായത് 18ാം പടി കയറി എത്തുന്ന ഓരോ ഭക്തരും നേരിട്ടാണ് ദർശനം നടത്തുക. നേരത്തെ ഈ ഫ്ലൈ ഓവർ വഴി കറങ്ങി വന്നിരുന്നെങ്കിൽ ഇനി മുതലുള്ള ദർശനം നേരിട്ടാണ്. ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഇത് പ്രാവർത്തികമായാൽ, അല്ലെങ്കിൽ ഇത് മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ മാസവും, അതോടൊപ്പം തന്നെ സീസണിലും മണ്ഡലകാലത്തിൽ അടക്കം ഇത്തരത്തിൽ തന്നെയായിരിക്കും ദർശനം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ദർശന ക്രമീകരണം അത് ഭക്തരുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അറിയാൻ, അതായത് അവരെത്തുമ്പോൾ അവർക്ക് എത്തരത്തിലായിരിക്കും ഈ ഒരു ദർശനം അനുഭവപ്പെടുക. സുഗമമായിട്ടുള്ള ദർശനമാണെങ്കിൽ അത് തന്നെയാകും ഇനി നിലനിർത്തുക.